കുന്നമംഗലം പഞ്ചായത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ കാണാം പൈങ്ങോട്ടുപുറം അങ്കനവാടിയാണിത്. അങ്കനവാടി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇതാ ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ തന്നെ അങ്കനവാടിയുടെ നല്ല മുറ്റമായിരുന്നു. ഈ മുറ്റം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഏതാണ്ട് 1-1.5 അടിയോളം വെള്ളമാണ് ഈ ഭാഗത്തുള്ളത്. ഇപ്പോൾ തന്നെ കാണാൻ കഴിയും. അങ്കനവാടിയുടെ അകത്തേക്കടക്കം ഇതിലെ അങ്കനവാടിയുടെ ഉള്ളിലടക്കം പൂർണ്ണമായും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഉള്ളിലെ ഫർണിച്ചറുകളും അതുപോലെ തന്നെ മറ്റ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും ഇരിപ്പിടങ്ങളും എല്ലാം പൂർണ്ണമായും നനഞ്ഞ അവസ്ഥയിലാണ് ഇവിടെയുള്ളത്. മുറ്റത്ത് ഒരു ബെഞ്ചുണ്ട്. ബെഞ്ചിന്റെ പകുതി ഭാഗവും വെള്ളത്തിന്റെ അടിഭാഗത്താണ് കാണാൻ കഴിയുന്നത്. ഇത് കുട്ടികൾ കളിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. കളിക്കുന്ന ഭാഗത്ത് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ചെടികളെല്ലാം പൂർണ്ണമായും നനഞ്ഞ അവസ്ഥയിലാണ്. ഈ ഭാഗത്ത് പിന്നെ ഇവിടുത്തെ ബാത്റൂമാണ്. ബാത്റൂമിന്റെ ഉള്ളിലടക്കം ഇതൊക്കെ പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതാ ബാത്റൂമിന്റെ ഉൾവശമാണ്. പൂർണ്ണമായും ചളി നിറയുകയും അതുപോലെ തന്നെ വെള്ളക്കെട്ട് പൂർണ്ണമായും രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചുറ്റുമതിലുള്ളതിനാൽ വെള്ളം ഇവിടുന്ന് ഒഴിഞ്ഞു പോകാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ഭാഗത്ത് ചെറിയ ഒരു ഹോൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ വെള്ളം പുറത്തേക്ക് പോവുകയാണ്. രാവിലെ ഈ ഭാഗത്ത് കൂടുതൽ വെള്ളമുണ്ടായിരുന്നു. ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ തന്നെ വലിയ പ്രയാസമായിരുന്നു എന്നാണ് അടുത്തുള്ള അയൽവാസികളടക്കം പറയുന്നത്. മറ്റൊരു കാഴ്ച ഇതിന്റെ ഈ ഭാഗത്തുള്ള കാഴ്ചയാണ്. ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് അങ്കനവാടിയുടെ കിണറുള്ളത്. കിണർ നോക്കിക്കഴിഞ്ഞാൽ കിണറിന് ചുറ്റുപാടും വെള്ളമാണ്. സാധനങ്ങളെല്ലാം, അതായത് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അടക്കമുള്ളവ ഇവിടെയുണ്ട്. ഇതെല്ലാം ഈ മേശപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കിണർ മലിനജലം പൂർണ്ണമായും കിണറിലേക്ക് ഊർന്നിറങ്ങി കഴിഞ്ഞു. അതായത് ഇവിടെയുള്ള വെള്ളത്തേക്കാൾ കൂടുതൽ വെള്ളം കിണറിന്റെ ഈ ഭാഗത്ത് മലിനജലമായി തന്നെ നിലകൊള്ളുന്നുണ്ട്. അങ്കനവാടിയുടെ ഉൾഭാഗത്തേക്ക് പൂർണ്ണമായും വെള്ളം കയറിയതിന്റെ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്തായാലും വലിയ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വാർഡിലെ ADS ആയിട്ടുള്ള രജിത നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇത്രമാത്രം വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്? ഇത് മുകളില് മലയാണ്. അവിടെ കുറച്ച് ബിൽഡിങ്ങുകൾ എടുത്തിട്ടുണ്ട്, വില്ലാസ്. ആ വില്ലേന്ന് ഒന്നായിട്ട് തുറന്നു വിട്ടതാണെന്നാണ് ഇപ്പോൾ കുറേ ഗ്രൂപ്പുകളിലൊക്കെ വന്നത്. അപ്പോൾ ആ തുറന്നു വിട്ട വെള്ളം ഒഴുകി വരുന്നത് നേരെ ഇങ്ങോട്ടാണ്, മലയിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഇങ്ങോട്ടാണ്. അതുകൊണ്ടാണ് ഈ കാലം വരെ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായിട്ടില്ല. റോഡിനേക്കാളും താഴ്ന്ന പ്രദേശമാണ്. എന്നിട്ട് ഇങ്ങനെ വെള്ളം ഇത്രമാത്രം വെള്ളം എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം മുങ്ങുന്നത്. ആ മലയിൽ നിന്ന് വെള്ളം കുത്തി ഒഴുകുന്ന വീഡിയോസ് ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ട്. അത് അവിടെ തുറന്നു വിട്ടാണ്. ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തപ്പോൾ പഞ്ചായത്ത് അധികൃതർ എല്ലാവരും ഒന്ന് വന്ന് നോക്കി പോയതാണ്. പഞ്ചായത്തിന്റെ ആരാണ് ഇവിടെയൊക്കെ വന്ന് നോക്കിയത്? പ്രസിഡന്റ് വന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഇന്ന് രാവിലെ വന്നു. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അംഗനവാടിക്ക് നേരത്തെ ലീവ് കൊടുത്തത്, സ്കൂളുകൾക്കൊക്കെ ലീവ് കൊടുത്തത് വലിയ ആശ്വാസമായി. ഇന്ന് ലീവ് കൊടുത്തതുകൊണ്ട് പക്ഷെ ടീച്ചർ ഇവിടെ വന്ന് കാര്യങ്ങൾ കുറെ സാധനങ്ങൾ താഴെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് പൊക്കത്ത് വെച്ച് പോയതാണ്. ടീച്ചർ ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ജിജിത്ത് മാഷ്. ആ മാഷ് വന്ന് കുറെ വീഡിയോ ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. MLAക്കൊക്കെ പരാതി കൊടുക്കാന്നാ പറഞ്ഞത്, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ നാട്ടുകാർ തന്നെ പറയുന്നത് ഈ അങ്കനവാടിയിൽ വലിയ ശുചീകരണം നടക്കേണ്ടതുണ്ട്. ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ സന്ദർശിച്ചിരുന്നു. സമീപത്തെ മലയിൽ നിന്നുള്ള വെള്ളമാണ് പൂർണ്ണമായും ഇങ്ങോട്ട് ഒഴുകുന്നത്. മുൻകാലങ്ങളിൽ ഇത്രമാത്രം വെള്ളം ഉണ്ടായിരുന്നില്ല. ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നത്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ കോഴിക്കോട് ജില്ലയിൽ അവധിയായിരുന്നു. അത് വലിയ ആശ്വാസമായി. രാവിലെ അങ്കനവാടി ടീച്ചർ അടക്കം ഉള്ള ആളുകൾ ഇവിടെ വന്നിരുന്നു. തുടർന്ന് കളിപ്പാട്ടങ്ങളും മറ്റ് അങ്കനവാടിക്ക് അകത്തുള്ള സാധനങ്ങളെല്ലാം മേശയ്ക്ക് മുകളിലും ഒക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ ശുചീകരണ പ്രവർത്തനം നടത്തിയതിനു ശേഷം മാത്രമേ പിഞ്ചുകുട്ടികളെ ഈ അങ്കനവാടിയിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കാനും തുടർന്ന് പ്രവർത്തനം ഉചിതമായി നല്ല രീതിയിൽ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുകയുള്ളൂ. ജയ്സൽ പിലാശ്ശേരിക്കൊപ്പം KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്.